ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണ പരമ്പരയ്ക്ക് അവർ നൽകിയിരിക്കുന്ന പേരാണ് നോർത്തേൺ ആരോസ്. ഏതായാലും നോർത്തേൺ ആരോസ് പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ലെബനനിലെ മരണസംഖ്യ ഉയരുന്ന വാർത്തയാണ് നൽകാൻ കഴിയുന്നത്. 500-ന് മുകളിൽ മരണം ഉയരുന്നു. 500-ന് മുകളിലുള്ള ആളുകൾ ഈ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഇത് ലെബനീസ് ആരോഗ്യ മന്ത്രാലയം തന്നെ അറിയിച്ച വിവരമാണ്. എന്നാൽ അനൌദ്യോഗിക കണക്കനുസരിച്ച് 5000-ഓളം പേർ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. 1600 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ IDF ആക്രമണം നടത്തിയിരിക്കുന്നത്. തെക്കൻ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തെക്കൻ മേഖലയെ കൂടാതെ കിഴക്കൻ ലെബനനിലും വ്യാപകമായി തന്നെ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. ഇവിടെയെല്ലാമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് തങ്ങൾ ആക്രമിക്കുന്നതെന്ന് IDF പറയുന്നു. ഇതിൽ വലിയൊരു വിഭാഗം തന്നെ സിവിലിയന്മാരാണ് കൊല്ലപ്പെടുന്നത്. ലെബനീസ് മാധ്യമങ്ങളും ഒപ്പം ലെബനൻ മന്ത്രാലയവും പറയുന്നു. അവർ പറയുന്നു 35ഓളം കുട്ടികൾ ഈ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏതായാലും ജനവാസ കേന്ദ്രങ്ങളിലടക്കം ഹിസ്ബുള്ളയുടെ സൈനിക ഡിപ്പോകളാണ് തങ്ങൾ ആക്രമിക്കുന്നത് IDF പറയുമ്പോഴും ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ മരണം 500-ന് മുകളിൽ. ഇത് ഔദ്യോഗികമായ കണക്കാണ്. അനൗദ്യോഗികമായി ഒരുപക്ഷെ ഇത് 1000-ന് മുകളിലേക്ക് കടന്നേക്കാം. ഏതായാലും 5000-ഓളം പേർ ഗുരുതരമായി പരിക്കേറ്റു. എന്നാൽ ഔദ്യോഗിക കണക്കനുസരിച്ച് 1200 പേർക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ എന്നാണ് ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.